ഇപ്പോൾ മദ്രസയിലെ കുട്ടികൾക്ക് എക്സാം ആയതുകൊണ്ട് ഇപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടാവാറില്ല. പലർക്കും പല ടൈമിലാണല്ലോ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മദ്രസയുടെ അവിടേക്ക് ഫുള്ളായിട്ട് വണ്ടി പോവുകയും ചെയ്യും. മറ്റൊന്നും മദ്രസയുടെ അവിടെ എടുക്കാൻ പറ്റിയൊന്നുമില്ല. അങ്ങനെ മദ്രസ ഓട്ടം കഴിഞ്ഞിട്ട് നേരെ ചായ കുടിക്കാൻ പോയി. ചായ കുടിച്ച് അവിടെ നിന്ന് വന്ന് കിച്ചണിൽ കയറിയപ്പോൾ കേക്ക് ഉണ്ടായിരുന്നു. അതും അത് കഴിച്ചിരിക്കുന്ന ടൈമിൽ മാഡം വിളിച്ചത് ഓഫീസിൽ പോകണം പറഞ്ഞിട്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വണ്ടി എടുത്ത് മാഡത്തിന് ഓഫീസിലാക്കി കൊടുത്ത് അത് കഴിഞ്ഞേക്കിന് വന്ന് ബാബ വന്ന ദിവസമായതുകൊണ്ട് ഇന്ന് പർച്ചേസുള്ള ദിവസമാണ്. അങ്ങനെ ഫിറോസിനെ കൂട്ടിയിട്ട് സാധനങ്ങൾ വാങ്ങാൻ പോയി. സാധനങ്ങൾ പിന്നെ ഞങ്ങൾ കൂപ്പിയിൽ നിന്നാണ് വാങ്ങാറ്. അവിടെ ബാബക്ക് എന്തോ കാർഡൊക്കെ ഉണ്ട്. ബാബ ആർമിയിലൊക്കെ ആയിരുന്നു. അങ്ങനെ അവിടെ എത്തിയങ്ങനെ ഫിറോസ് ട്രോളായിട്ട് സാധനങ്ങൾ എടുക്കാനും പോയി. ഞാൻ നേരെ ഇലക്ട്രോണിക് സെക്ഷനിൽ പോയി ടി വിയുടെ വിലയൊക്കെ നോക്കാൻ വേണ്ടി പോയി. വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ, വേണമെങ്കിൽ നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകും ചെയ്യാം. പക്ഷേ ടി വി ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ട് നല്ലത് നാട്ടിൽ നിന്ന് വാങ്ങുകയാണ്. ഇവിടുന്ന് വാങ്ങേണ്ട പ്രൈസും പിന്നെ കൊണ്ടുപോകേണ്ട ടാക്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ആ കാശിന് ടി വി നാട്ടിൽ നിന്ന് വാങ്ങുക നല്ലത്. അങ്ങനെ എൻ്റെ കറക്കം കഴിഞ്ഞിട്ട് നേരെ ഞാൻ ഫിറോസിനെ സഹായിക്കാൻ പോയി. ഫിറോസ് ഒറ്റയ്ക്ക് എടുക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് പോലുണ്ടാവില്ല. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് നേരെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ 2 ആഴ്ചക്കുള്ള സാധനങ്ങൾ ഞങ്ങൾ എടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ 2 ആഴ്ച കൂടുമ്പോൾ പർച്ചേസ് ഉണ്ടാവും. അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിലെത്തി ചോറ് കഴിച്ച് പിന്നെ ഇന്ന് രാത്രികൾക്ക് പുട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞ് പുട്ടിന് തേങ്ങ എടുക്കാൻ പോയപ്പോൾ അവിടെ വിചാരിച്ച തേങ്ങ കിട്ടിയില്ല. അവിടെ കട്ടാക്കിയിട്ടുള്ള തേങ്ങയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പഴം എടുത്തിറങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഫിറോസിന് ശമ്പളം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈസ അയക്കാൻ പോകണമെന്ന്. അങ്ങനെ പൈസ വേണ്ടി എക്സ്ചേഞ്ചിലും പോയി നേരെ വിട്ട്. പിന്നെ ഫിറോസിൻ്റെ കണക്കൂട്ടിലാണ്. എല്ലാവരും പോലെ തന്നെ ഫിറോസും കണക്കൂട്ടി തീരുന്നില്ല. അപ്പോൾ ഇന്നത്തെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിക്കണ്. ബാക്കി നമുക്ക് നാളെ നോക്കാം. പഴമേ